നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ വീണ്ടും കനക്കുന്നു. വരുന്ന 4 ദിവസം വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലർട്ട്. കണ്ണൂർ ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോട്ടയത്ത് ഖനനം നിരോധിച്ചു. നാടിന്റെ നോവായി രഞ്ജിത. പുല്ലാട്ടെ വീട്ടിലേക്ക് ജനപ്രവാഹം. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സഹോദരൻ അഹമ്മദാബാദിലേക്ക്. കൊല്ലത്ത് പോലീസിന് നേരെ പട്ടിയെ അഴിച്ചുവിട്ട് പ്രതി. രക്ഷപ്പെടാനുള്ള പ്രതിയുടെ ശ്രമം സാഹസികമായി പരാജയപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ. കുണ്ടറ സ്റ്റേഷനിലെ SIക്കും CPOക്കും കടിയേറ്റു. കട്ടപ്പനയിൽ നടപ്പാതയിലേക്ക് ഓട്ടോറിക്ഷ പാഞ്ഞുകയറി. വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോഴിക്കോട് പന്തീരാങ്കാവിലെ ബാങ്ക് തട്ടിപ്പ് പ്രതി പിടിയിൽ. പന്തീരാങ്കാവ് സ്വദേശി ഷിബിൻ ലാൽ പിടിയിലായത് ബസ്സിൽ നിന്ന്. കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ. വാർത്തകൾ വിശദമായി നോക്കാം. കേരളത്തിൽ വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 17 വരെ വിവിധ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മറ്റന്നാളാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവ പ്രവർത്തിക്കരുതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോട്ടയത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ജൂൺ 15 വരെ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ചെല്ലാനം കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എറണാകുളം കളക്ടറേറ്റിൽ അവലോകന യോഗം ചേർന്നു. ജിയോ ബാഗുകൾ 2 ആഴ്ചയ്ക്കുള്ളിൽ അടിയന്തരമായി സ്ഥാപിക്കാൻ തീരുമാനമായി. എന്നാൽ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം നടപ്പിലാക്കാത്തതിൽ കണ്ണമാലി നിവാസികൾക്ക് അതൃപ്തിയാണ്. കടലാക്രമണ പ്രദേശമായ ചെല്ലാനം, എടവനക്കാട് തീരങ്ങളിൽ അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ യോഗം ചേർന്നത്. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് പ്രതിനിധികൾ, ഹർജിക്കാരുടെ അഭിഭാഷകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കടലാക്രമണ സാധ്യതയുള്ള തീരങ്ങളിൽ 10 ദിവസത്തിനുള്ളിൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കാൻ യോഗത്തിൽ തീരുമാനമായി. മാത്രമല്ല, ഇതിനകത്ത് കൊച്ചിൻ പോർട്ടിന്റെ അതിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഗൗരവമായിട്ടുള്ളൊരു ആലോചന നടന്നിട്ടില്ല. മാത്രമല്ല, ഈ തീരം അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ ഗൗരവത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മെയ് മാസം ആവുന്നതിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു ശ്രമം സർക്കാർ നടത്തിയില്ല. ഇത്രയും വൈകിട്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ടെട്രോപോഡ് നിർമ്മാണത്തിലുള്ള നടപടികളുമായി മുന്നോട്ടു പോകും. അടിയന്തരമായി നടപ്പാക്കുന്നതിന് ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെന്നും ADBയുമായി സഹകരിച്ച് നടപ്പാക്കാൻ ആലോചിക്കുന്നുവെന്നും കളക്ടർ പറഞ്ഞു. മാക്സിമം മെഷീനറി യൂസ് ചെയ്ത് ചെല്ലാനത്ത് ഒരു സ്ഥലത്ത് മാത്രം വർക്ക് ചെയ്യാതെ 4 സ്ഥലത്ത് 7 സ്പോട്ടിലാണ് നമ്മൾ ഓൾമോസ്റ്റ് 1.25 crores ചെല്ലാനത്തിന് വേണ്ടി മാത്രം വെച്ചിട്ടുണ്ട്. ആ 4 സ്ഥലങ്ങളിൽ വെച്ച് ഒരു 3 daysനുള്ളിൽ തുടങ്ങാനുള്ള നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ 2 സ്ഥലങ്ങളിൽ തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കടലാക്രമണം തടയാനുള്ള ശാശ്വത പരിഹാരം ഉടൻ നടപ്പാക്കുകയാണ് വേണ്ടതെന്ന് കണ്ണമാലി സമരസമിതി വ്യക്തമാക്കി. ഓരോ വർഷവും അത്രയും കോടി രൂപ ഇവർ മണ്ണ് വിറ്റ് അവർക്ക് ലാഭമുണ്ട്. നമ്മൾ ഉന്നയിക്കുന്ന ഒരു പൊതുവായ ചോദ്യം, ഈ കടലിലെ മണ്ണ് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ പോർട്ട് ട്രസ്റ്റിന് എന്താ അധികാരം എന്നുള്ളതാണ്. മാത്രമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവർ CSR ഫണ്ട് ഇതിനുവേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെ ഒരു റിലീഫും കൂടി ഇത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ മീറ്റിങ്ങിൽ കളക്ടറും പറഞ്ഞത്, ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഒരു ഒബ്സർവേഷനായിട്ട് ഒരു അഭിപ്രായമായിട്ട് അത്തരമൊരു കാര്യത്തിലൂടെ കൂടി ഫണ്ട് സമാഹരിക്കാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം, ചർച്ചയുടെ നടപടിയിൽ ഉൾപ്പെടുത്താം എന്നാണ് പറഞ്ഞത്. അതും കൂടി വരുന്ന ദിവസങ്ങളിൽ കോടതിയിൽ പറയും. 1.25 കോടി രൂപ ഉപയോഗിച്ചാണ് ജിയോ ബാഗുകൾ നിർമ്മിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. വെള്ളപ്പൊക്കം
പാലക്കാട് കുലുക്കല്ലൂർ മപ്പാട്ടുകര തടയണയ്ക്ക് സമീപമുള്ള കുടുംബങ്ങൾ. തടയണയുടെ ഷട്ടറുകൾ തുറക്കാനാവാത്തതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. പുഴയിലെ കുത്തൊഴുക്കാണ് ഷട്ടറുകൾ തുറക്കാൻ തടസ്സമാകുന്നത്. കാലവർഷം ശക്തമായി തുടർന്നാൽ പുഴ കരകവിഞ്ഞ് വെള്ളം വീടുകളിലേക്ക് കയറുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. കുലുക്കല്ലൂരിൽ തൂതപ്പുഴയിലെ മപ്പാട്ടുകര തടയണയ്ക്ക് 11 ഷട്ടറുകളുണ്ട്. മഴ തുടങ്ങി തടയണയ്ക്ക് മുകളിലൂടെ പുഴ ഒഴുകാൻ തുടങ്ങുമ്പോഴാണ് സാധാരണഗതിയിൽ ഷട്ടറുകൾ തുറക്കാറ്. എന്നാൽ ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയതും പുഴയിൽ പെട്ടെന്ന് വെള്ളം കൂടിയതും കാരണം ഷട്ടറുകൾ തുറക്കാൻ കഴിയാതായി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 തവണ ഷട്ടർ തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ചെയിൻ ബ്ലോക്കുകൾ സ്ഥാപിച്ചാണ് ഷട്ടറുകൾ തുറക്കുന്ന പ്രവൃത്തികൾ നടത്തുക. പുഴയിലെ കുത്തൊഴുക്ക് ഇതിന് തടസ്സമാവുകയാണ്. കാലവർഷം ശക്തമായി ജലനിരപ്പ് ഉയർന്നാൽ പുഴ കരകവിയുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കാലവർഷം എത്തിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് തടയേണ്ട മുകളിൽ നമുക്ക് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നിലവിലിപ്പോ ഈ ഷട്ടർ ഉയർത്താൻ കഴിയാത്തത്. നിലവിൽ അത് ഉയർത്തണമെങ്കിൽ നമുക്ക് ചെയിൻ ബ്ലോക്ക് വെച്ചിട്ട് വേണം അത് പൊക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോ നമുക്ക് ആ ചെയിൻ ബ്ലോക്കിന്റെ കാല് അതിന്മേ ഈ തടയന്മേ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മഴ തുടർന്നാൽ വലിയ തോതിൽ വെള്ളം കരയിലേക്ക് കയറും. മലപ്പുറം ഏലംകുളം പഞ്ചായത്തുകളിലെ വീടുകൾക്കും ഇത് ഭീഷണിയാകും. പല വീടുകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ചില കുടുംബങ്ങൾക്ക് വീട് വിട്ട് പോകേണ്ട സ്ഥിതിയുമുണ്ടായി. ഷട്ടറുകൾ തുറക്കാനാവശ്യമായ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 പാലക്കാട്. മഴക്കാലം എത്തിയതോടെ വീണ്ടും തരംഗമാവുകയാണ് പാലക്കാട് കുമരനെല്ലൂരിലെ വട്ടക്കിണർ. കനത്ത മഴയിൽ ജലസമൃദ്ധിയായി വട്ടക്കിണർ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഹിറ്റാണ്. വയലിനൊത്ത നടുവിൽ കണ്ണിന് കുളിർമയേകുന്ന വട്ടക്കിണർ, ആരുടെയും മനം നിറയ്ക്കുന്ന അതിമനോഹരമായ കാഴ്ച. ദിവസങ്ങൾക്ക് മുൻപ് ലഭിച്ച മഴയിൽ കിണർ നിറഞ്ഞു തുളുമ്പി. മഴക്കാലമെത്തിയതോടെ വട്ടക്കിണറിന്റെ പരിസരം പച്ചവിരിച്ചതോടെ ഭംഗി ഇരട്ടിയായി. ഇതോടെ വട്ടക്കിണറിൽ കുളിക്കാനും നീന്തി ഉല്ലസിക്കാനുമായി നിരവധി പേർ എത്തി തുടങ്ങി. അടിപൊളി. ഞങ്ങൾ ഇതിന്റെ മുന്നോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അന്നും അതേപോലെ ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം തന്നെയായിരുന്നു. ഇപ്പോഴും അതേപോലെ ക്ലിയർ ആയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാലേ ഈ കുളത്തിൽ നല്ല പാറയുടെ പടമുണ്ട്. അപ്പൊ ആ പാറ ഉള്ളതുകൊണ്ടാണ് ഈ പാടത്തും ഇതേപോലെ ചളി ഇങ്ങനെ നിൽക്കാതെ വെള്ളം എത്ര ക്ലിയർ ആയിരിക്കുന്നത്. അടിപൊളിയാണ്. കാർഷിക മേഖലയ്ക്ക് വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുൻപ് വട്ടക്കിണർ നിർമ്മിച്ചത്. ഏത് വേനലിലും വറ്റാത്ത ജലാശയം കൂടിയാണ് ഇന്നീ വട്ടക്കിണർ. സമൂഹ മാധ്യമങ്ങളിൽ എക്കാലത്തും വൈറലാണ് വട്ടക്കിണർ. അതുകൊണ്ട് തന്നെ പാലക്കാടിന് പുറത്തുനിന്നടക്കം കിണർ അന്വേഷിച്ചു വരുന്നവർ നിരവധിയാണ്. മഴക്കാലമായതോടെ വട്ടക്കിണർ നിറഞ്ഞു ജോറായിട്ടുണ്ട്. മഴക്കാലമായാൽ പ്രകൃതി ഭംഗി വേണ്ടുവോളമുള്ള വട്ടക്കിണർ വിനോദസഞ്ചാര കേന്ദ്രമാവുകയാണ്. ന്യൂസ് 18 പാലക്കാട്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ സഹോദരൻ ഗുജറാത്തിലേക്ക് പോകും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ നിരവധി പേർ പുല്ലാട്ടെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. രഞ്ജിതയുടെ മരണവാർത്ത അറിഞ്ഞത് മുതൽ തന്നെ നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം എപ്പോഴേക്ക് എത്തിക്കും എന്നുള്ളത് സംബന്ധിച്ച് അന്തിമമായൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള പാടുപെടുകയാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും എന്നുള്ളതാണ്. ഈ മാസം 28-ന് പാലുകാച്ചലൊക്കെ നടത്താൻ നിശ്ചയിച്ച ശേഷമാണ് രഞ്ജിത ഇവിടെ നിന്ന് മടങ്ങിയത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട് അതിനുവേണ്ടി ഒരുക്കിയതാണ്. അവരുടെ അത്യാവശ്യ പണികളൊക്കെ പൂർത്തിയാക്കി അമ്മയും 2 മക്കളുമാണ് ഇവിടെയുള്ളത്. അവരോട് ഇവിടേക്ക് താമസിക്കാനൊക്കെ നിർദ്ദേശിച്ച ശേഷമാണ് രഞ്ജിത പോയത്. എന്തായാലും രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടെ എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ഏറ്റവും വേദനാകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ വിയോഗം തീർച്ചയായിട്ടും ഈ നാടിൻ്റെ
അപാര ദുഃഖമാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകുക. അവിടെയുള്ള നോഡൽ ഓഫീസറുമായി സംസാരിച്ച് ജില്ലാ കളക്ടർ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം. ചില ലെറ്ററുകളും ഒക്കെ ആയിട്ട് വേണം പോകാൻ. ആദ്യഘട്ടത്തിൽ മൃതദേഹം തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയാണോ എന്ന് പരിശോധിക്കുകയാണ് അവർ ചെയ്യുക. അതിനുശേഷമായിരിക്കും ഈ DNA സാമ്പിൾ കൊടുത്ത ശേഷം മാത്രമേ ഇത് തിരിച്ചറിയാൻ കഴിയുകയോ എന്ന് നോക്കുക. എന്തായാലും DNA പരിശോധന വേണ്ടിവരും എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 72 മണിക്കൂറിനുള്ളിൽ മാത്രമേ ഇതിൻ്റെ ഒരു അന്തിമമായ വ്യക്തത വരൂ എന്നതാണ് ആരോഗ്യമന്ത്രി കൂടിയായ വീണ ജോർജ് വ്യക്തമാക്കിയത്. കുടുംബം വലിയ പ്രതിസന്ധിയിലുള്ള കുടുംബമാണ്. അമ്മ ക്യാൻസർ രോഗിയാണ്. 2 കുഞ്ഞു മക്കളാണുള്ളത്. 10ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ് ഉള്ളത്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് രഞ്ജിത ജീവിതം കരുപ്പിടിപ്പിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. സർക്കാർ ജോലി ഉണ്ടായിട്ടും സാമ്പത്തിക പ്രതിസന്ധി വല്ലാതെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചാണ് രഞ്ജിത ഇതുവരെ എത്തിയത്. മക്കളെ ചേർത്ത് പിടിക്കാൻ ഈ ഓണത്തോടുകൂടി നാട്ടിലേക്ക് മടങ്ങിയെത്താമൊക്കെ എന്നൊക്കെ മക്കൾക്ക് വാക്ക് കൊടുത്ത ശേഷമാണ് രഞ്ജിത അവിടേക്ക് പോയത് എന്നുള്ളതാണ്, മടങ്ങിപ്പോയത് എന്നതാണ് ഈ ബന്ധുക്കളൊക്കെയും പറയുന്നത്. എന്തായാലും ദാരുണമായ സംഭവം വലിയൊരു ദുഃഖമായി, വലിയൊരു ആഘാതമായി കുടുംബത്തിന് മാറുന്നു, ഈ നാടിനാകെ മാറുന്ന സാഹചര്യമാണുള്ളത്. ഈ അപകടത്തിൽ മരിച്ച മലയാളി നഴ്സായ രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെതിരെ സസ്പെൻഷനും പോലീസ് കേസും. സമൂഹത്തിൽ ജാതീയമായി സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമം നടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തിയാണ് ഹോസ്ദുർഗ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നേരത്തെയും അധിക്ഷേപത്തെ തുടർന്ന് ഇയാൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ അശ്ലീല പരാമർശം. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാരായ പവിത്രനാണ് രഞ്ജിതയെയും കുടുംബത്തെയും അപമാനിച്ച് പോസ്റ്റിട്ടത്. ജാതീയ അധിക്ഷേപത്തിന് പുറമെ തൊഴിലിനെയും സ്ത്രീത്വത്തെയും അപമാനിക്കുന്ന രീതിയിലായിരുന്നു പരാമർശം. സംഭവം വിവാദമായതോടെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരം ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് മേടിച്ച് ആ ഫയലിൽ തന്നെ ഏറ്റവും വേഗത്തിൽ സസ്പെൻഡ് ചെയ്യാൻ നടപടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരവ് ഇറങ്ങി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം പ്രവണതകളൊന്നും ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. സാധാരണ നിലയിൽ ഒരു സർക്കാർ ജീവനക്കാരൻ മാത്രമല്ല, മനുഷ്യത്വമുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ്. ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കില്ല. ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തി. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ അത് മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു കാര്യമല്ലേ. എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരാൾക്ക് എഴുതാനായിട്ട് കഴിയുക? അത് ഞാൻ കണ്ടില്ല, എന്താണ് അതിൻ്റെ ഉള്ളടക്കമൊന്നും കണ്ടില്ല. NSS ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത്. ഭാരതീയ ന്യായസംഹിത 153A വകുപ്പ് പ്രകാരം സമൂഹത്തിൽ ജാതീയമായി സ്പർദ്ധയുണ്ടാക്കി കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ് കേസ്. ഇതിനു പുറമെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഇദ്ദേഹം റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ നായർ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച്, അതുമാത്രമല്ല ജോയിൻറ്റ് കൗൺസിലുള്ള നേതാക്കന്മാർ നക്കി നായരാണ് എന്നൊക്കെ വളരെ മോശമായ ഭാഷയിൽ അദ്ദേഹം പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ ഒരു സംവിധാനമാണ്. ഈ സമുദായത്തെ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കുക. അതോടൊപ്പം സ്ത്രീകളെ, അതും ഇന്നലെ ഒരു വലിയൊരു ദുരന്തം നടന്ന് നാട് മുഴുവൻ വളരെ ദുഃഖാർത്ഥമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള, അതും ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിലിരിക്കുന്ന സമൂഹത്തിന് മാതൃകയാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ പെരുമാറുക എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. സംഭവം വിവാദമായതിന് പിന്നാലെ തനിക്ക് തെറ്റുപറ്റിയെന്നും പോസ്റ്റ് പിൻവലിക്കുന്നതായും ചൂണ്ടിക്കാട്ടി ഇയാൾ രംഗത്ത് വന്നു. അതേസമയം 2024 സെപ്റ്റംബറിൽ കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരനെ ഫേസ്ബുക്കിൽ ജാതീയമായി അധിക്ഷേപിച്ചതിന് ഇയാൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെയും സമൂഹമാധ്യമങ്ങളിലൂടെ ഇയാൾ അധിക്ഷേപ പരാമർശം നടത്തിയതായി പരാതിയുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. അഹമ്മദാബാദിലേതുപോലുള്ള ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് പ്രഥമൻ ബാവ ഇതേ വിമാനത്തിൽ നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടവർക്കും അതിന്റെ വേദന അനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും സർക്കാരും കമ്പനിയും വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്നും ബസേലിയോസ് ജോസഫ് പ്രഥമൻ ബാവ പറഞ്ഞു. വീണ്ടും കാണുവാനോ ഒട്ടും ആഗ്രഹിക്കാത്ത കാഴ്ചയായിരുന്നു അഹമ്മദാബാദിലെ ദുരന്തം. ഞാൻ തന്നെ പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ള ഫ്ലൈറ്റാണ്. മനുഷ്യൻ്റെ ജീവിതം അത് എത്ര പെട്ടെന്നാണ് എല്ലാം ഒരു ഞൊടിയിടയിൽ ചാരമായി പോകുന്നത് എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഭാരതം ഈ വലിയ വിപത്തിൽ തേങ്ങുമ്പോൾ ആ കൂടെ എല്ലാവരും
മതവിഭാഗീയതയില്ലാതെ ലോകം മുഴുവനും ഈ അപകടത്തെ ഉറ്റുകാണുന്നതും അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കെല്ലാവർക്കുമുള്ളത്. ജീവിതം നഷ്ടപ്പെട്ടവർ, അതിൻ്റെ വേദന അനുഭവിക്കുന്നവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ഗവൺമെൻറ്റും കമ്പനിയും ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ നമ്മളുടെ എല്ലാം പ്രാർത്ഥനയും അവരോട് ചേർന്നുള്ള ശക്തിപ്പെടുത്തലുള്ളത് അനിവാര്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാനാവില്ലെന്ന കേന്ദ്ര നിലപാടിനെതിരെ ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായി വിവേചനാധികാരമുണ്ടെന്നും നിയമപരമായ അധികാരമില്ലെന്ന് പറയാനാവില്ലെന്നും കേന്ദ്ര സർക്കാരിനെ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. വായ്പ എഴുതിത്തള്ളണമെന്ന് ശുപാർശ ചെയ്യാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത്. എന്നാൽ ഈ നിലപാടിന് നിശിത വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നത്. നിങ്ങൾ എങ്ങനെയാണ് നിയമത്തെ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ച ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായി വിവേചനാധികാരമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. നിയമപരമായി അധികാരമില്ലെന്ന് കേന്ദ്രത്തിന് പറയാനാകില്ല. ഭരണഘടനയുടെ 73-ാം അനുച്ഛേദമനുസരിച്ച് കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. തുടർന്ന് വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്തെന്ന് ഹൈക്കോടതി ചോദിച്ചു. വായ്പ എഴുതിത്തള്ളാൻ അധികാരമില്ലെന്ന് പറയുന്നില്ലെന്നും എന്നാൽ ദുരന്ത നിവാരണ നിയമത്തിലെ 13-ാം വകുപ്പ് ഒഴിവാക്കിയതാണ് ഇപ്പോഴത്തെ കാരണമെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഓരോ ദുരന്തത്തിലും വായ്പ എഴുതിത്തള്ളാൻ ബാങ്കുകളെ നിർബന്ധിക്കാനാവില്ലെന്നും കേന്ദ്രം കോടതിയിൽ പറഞ്ഞു. രാജ്യത്ത് ഒരു നിയമമുണ്ടെന്ന് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ച ഹൈക്കോടതി വായ്പ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാരിന് നടപടി സ്വീകരിക്കാനാകുമെന്നും ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അശക്തരെന്ന് പറയേണ്ടി വരുമെന്നും ഹൈക്കോടതി പറഞ്ഞു. വായ്പ എഴുതിത്തള്ളുന്ന വിഷയത്തിൽ തീരുമാനമെടുക്കാൻ തുടർന്ന് കേന്ദ്രത്തിന് ഹൈക്കോടതി 3 ആഴ്ച സമയം അനുവദിച്ചു. കേസ് ആ സമയം പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. ഇടുക്കി പീരുമേടിന് സമീപം വനത്തിനുള്ളിലാണ് കാട്ടാന ആക്രമിച്ചത്. സീത എന്ന സ്ത്രീയാണ് മരിച്ചത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴാണ് കാട്ടാന ആക്രമണമുണ്ടായത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. മൗണ്ട് എസ്റ്റേറ്റിലെ തൊഴിലാളി അന്തോണിക്കാണ് ഗുരുതര പരുക്കേറ്റത്. തലയ്ക്കും കൈകാലുകൾക്കുമാണ് പരുക്ക്. വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയെങ്കിലും പരുക്ക് ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാലക്കാട് നെല്ലിയാമ്പതി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കൊല്ലങ്കോട് വനം റേഞ്ച്, തേക്കടി ഫോറസ്റ്റ് സ്റ്റേഷൻ, ആനമട ചെക്കിംഗ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലായി 20 പേരാണ് സംഘത്തിലുള്ളത്. കാട്ടാന ഊത്തുക്കുഴിക്ക് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി പ്രദേശത്തെത്തിയ കൊമ്പൻ വീട് തകർത്തിരുന്നു. കോതമംഗലം, ചീക്കോട്, കൂവപ്പാറ മേഖലകളിൽ കാട്ടാനയുടെ സാന്നിധ്യം. പെരിയാർ നീന്തിക്കടന്നാണ് 3 കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ആനകൾ എത്തിയ സാഹചര്യത്തിൽ മേഖലയിൽ RRTയുടെ നിരീക്ഷണം ശക്തമാക്കാനാണ് തീരുമാനം. കീരമ്പാറ പഞ്ചായത്തിലെ ചീക്കോടും സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പെരിയാർ നീന്തിക്കടന്ന് 3 ആനകൾ എത്തിയത്. ഇതിനെ തുടർന്ന് പ്രദേശത്തെ 5-6 വാർഡ് പ്രദേശങ്ങളിലും കൂവപ്പാറ നഗറിലും സമീപമുള്ള മേഖലകളിലും RRTയുടെയും ആന വാച്ചർമാരുടെയും നിരീക്ഷണം ശക്തമാക്കി. ഇന്നലെ രാത്രിയാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് കൂവപ്പാറ ഈ നഗറിൻ്റെ തൊട്ട് പിന്നിലുള്ള ജനവാസ മേഖലയിൽ കൃഷിയിടത്തിലെ ആനകൾ 3 ആനകൾ എത്തിയെന്നാണ് നാട്ടുകാർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനം വകുപ്പിൻ്റെ കൃത്യമായ ജാഗ്രതയും നിരീക്ഷണവുമെല്ലാം 24 മണിക്കൂറും പ്രത്യേകിച്ച് RRTയുടെ പൂർണ്ണമായ സേവനം ഈ പ്രദേശത്ത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 2 വർഷം മുൻപാണ് ചാരുപാറ മേഖലയിൽ പെരിയാർ നീന്തിക്കടന്ന് ആനകളെത്തിയ സംഭവം ഇതിനു മുൻപുണ്ടായിട്ടുള്ളത്. അക്കാലത്ത് വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ തിരികെ പെരിയാറിനപ്പുറത്തെ വനത്തിലേക്ക് ആനകളെ തുരത്തിയതിനു ശേഷം ഇതുവരെ ആനയുടെ സാന്നിധ്യം ഈ മേഖലയിൽ കണ്ടിരുന്നില്ല. അതിനുശേഷം ഇപ്പോഴാണ് പ്രദേശത്ത് വീണ്ടും കാട്ടാനകളുടെ സാന്നിധ്യം കണ്ടുവന്നത്. കൂവപ്പാറ നഗറിന് സമീപത്തായി ആനകളെത്തിയ കൃഷിയിടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആന്റണി ജോൺ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. ന്യൂസ് 18 കോതമംഗലം. കാട്ടാന ഭീഷണിയിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇടുക്കിയിലെ പീരുമേട്, പെരുവന്താനം പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയിലുള്ളവർ. ദേശീയപാതയിൽ പകൽ സമയത്ത് പോലും കാട്ടാന ഇറങ്ങുന്നത് ഇവിടെ പതിവാണ്. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങുന്നതും ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. കൊല്ലം ഡിണ്ടിഗൽ ദേശീയപാത കടന്നുപോകുന്ന പീരുമേട്, പെരുവന്താനം മേഖലയിലാണ് വന്യജീവി ശല്യം രൂക്ഷമാകുന്നത്.
മുറിഞ്ഞപുഴ, കണയങ്കവയൽ എന്നിവിടങ്ങളിൽ കാട്ടാനകൾ പതിവായി എത്തുന്നുണ്ട്. പാഞ്ചാലിമേട് വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പാതയോരത്തും കാട്ടാനകൾ തമ്പടിക്കുന്നു. കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്ന വന്യമൃഗങ്ങൾ കൃഷിക്കൊപ്പം കയ്യാലകളും ജലസേചനത്തിനുപയോഗിക്കുന്ന കുളങ്ങളും വരെ ഇടിച്ചു നിരത്തിയാണ് മടങ്ങുക. ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനകൾക്കൊപ്പം പുലിയുടെ സാന്നിധ്യം കൂടിയായത് ജനങ്ങളുടെ ആശങ്ക കൂട്ടുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ നാണ്യവിളകളോ മറ്റ് വിളകളോ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ല. ഉണ്ടാക്കുന്ന കൃഷികൾ മുഴുവൻ നിങ്ങൾ നശിപ്പിക്കുന്നു. അതുമാത്രമല്ല, പുറത്തിറങ്ങുന്ന ആളുകളെ വന്യമൃഗങ്ങൾ നാട്ടിൽ തുടങ്ങി ആക്രമിക്കുന്ന, ക്രൂരമായി കൊലപ്പെടുത്തുന്ന വളരെ ദയനീയമായ അവസ്ഥയുള്ളൂ. അത് വളരെ ജനങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ, ആവർത്തിച്ച് പറയുന്നു, വകുപ്പ് മന്ത്രിയുടെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജനങ്ങളോടുള്ള വളരെ ക്രൂരതയാണ്. വന്യമൃഗശല്യം രൂക്ഷമായതോടെ വിനോദസഞ്ചാരികളും ഈ മേഖലയിലേക്ക് വരാൻ മടിക്കുകയാണ്. ഓരോ തവണയും കാട്ടാനകൾ എത്തുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്നതല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പ്രതിയെ പിടിക്കാനായി എത്തിയ പോലീസുകാരെ പട്ടിയെ വിട്ട് കടിപ്പിച്ചു. ഒടുവിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കൂടുതൽ പോലീസുകാരെത്തി സാഹസികമായി കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. കൊല്ലം കുണ്ടറ സ്റ്റേഷനിലെ SI സച്ചിൻ ലാൽ, CPO ശ്രീജിത്ത് S എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി നെല്ലിമുക്കിലുണ്ടായ അടിപിടി കേസിൽ ജിജേഷ് എന്നയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് SI സച്ചിനും സംഘവും എത്തിയത്. പടപ്പക്കര സ്വദേശി ജിജേഷിനെ പിടികൂടാൻ തുടങ്ങിയപ്പോൾ ഇയാൾ കുതറിമാറുകയും പോലീസിനെ ആക്രമിക്കുകയുമായിരുന്നു. തള്ളിയിട്ട SIയുടെ കാലിൽ ജിജേഷ് കടിക്കുകയും ചെയ്തു. തുടർന്ന് ചാടി എഴുന്നേറ്റ് ജിജേഷ് തന്റെ വളർത്തുനായയെ അഴിച്ചുവിട്ട് കടിപ്പിക്കുകയായിരുന്നു. SI സച്ചിന്റെ കാലിൽ കടിച്ച നായ CPO ശ്രീജിത്തിന്റെ നേരെയും പാഞ്ഞെടുത്ത് ആക്രമിച്ചു. സംഭവം അറിഞ്ഞ് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തുകയും പ്രതിയെ സാഹസികമായി പിടികൂടുകയുമായിരുന്നു. കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിനിടെ പ്രതി അക്രമാസക്തനാവുകയും പോലീസ് ജീപ്പ് അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ജിജേഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് കുണ്ടറ പോലീസ് അറിയിച്ചു. പരിക്കേറ്റ SIയും മറ്റ് പോലീസ് ജീവനക്കാരും പ്രാഥമിക ചികിത്സ തേടി. വൈദ്യപരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി കട്ടപ്പനയിൽ നടപ്പാതയിലേക്ക് പെട്ടി ഓട്ടോറിക്ഷ പാഞ്ഞുകയറി 2 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പരുക്ക്. അലീന സജീവൻ, TK ദേവിക എന്നിവർക്കാണ് പരുക്കേറ്റത്. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് അപകടമുണ്ടായത്. അപകടമുണ്ടാക്കിയ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ നടപ്പാതയിലേക്ക് പാഞ്ഞ് കയറുകയായിരുന്നു. തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ ബൈക്ക് മരത്തിലിടിച്ച് അപകടം. യുവാവ് പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുമരനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപമായിരുന്നു അപകടമുണ്ടായത്. അമിത വേഗത്തിലെത്തിയ ബൈക്ക് മരത്തിൽ ഇടിക്കുകയായിരുന്നു. ദേശീയപാത 66 പുത്തനത്താണിയിൽ കാർ ഡിവൈഡറിലിടിച്ച അപകടം. ദിശ തെറ്റി വന്ന ബൈക്ക് യാത്രികനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് അപകടത്തിൽ കലാശിച്ചത്. സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറി വന്ന ബസ് കണ്ട് ബൈക്ക് യാത്രികൻ പരിഭ്രമിക്കുകയായിരുന്നു. ബൈക്ക് യാത്രികനെ കണ്ട് കാർ പെട്ടെന്ന് നിർത്താൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് 6 വരി പാതയുടെ സംരക്ഷണ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറി. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. എറണാകുളം നോർത്ത് പാലത്തിന്റെ അടിയിൽ രോഗിയെ ബന്ധുക്കൾ ഉപേക്ഷിച്ചതായി പരാതി. തൃശൂർ മതിലകം സ്വദേശി ഷംസുദ്ദീനെയാണ് സഹോദരങ്ങൾ ഇന്നലെ രാവിലെ ഉപേക്ഷിച്ചത്. ഒരു കാല് തളർന്ന ഷംസുദ്ദീന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രോഗിയായ തന്നെ ശുശ്രൂഷിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് ഉപേക്ഷിച്ചതെന്നാണ് ഷംസുദ്ദീന്റെ പരാതി. പോലീസ് എത്തി ഇയാളെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി. ബന്ധുക്കൾക്കെതിരെ ഉടൻ തന്നെ കേസെടുക്കും. അടിമാലി ബസ് സ്റ്റാൻഡിലെ കുഴികളും വെള്ളക്കെട്ടും വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ദുരിതമാകുന്നു. വാഹനങ്ങൾ പോകുമ്പോൾ ചെളി തെറിക്കുന്നത് കാരണം നടന്നു പോകാൻ പോലും കഴിയുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ദിവസവും നിരവധി സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും വന്നു പോകുന്ന അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ യാത്രികരെയും നാട്ടുകാരെയും വലയ്ക്കുകയാണ്. മഴ പെയ്ത് ബസ് സ്റ്റാൻഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞതോടെ യാത്രക്കാരും ബസ് ജീവനക്കാരും ദുരിതത്തിലായി. ആയിരക്കണക്കിന് ആൾക്കാർ ആശ്രയിക്കുന്ന ഏക ഒരു ബസ് സ്റ്റാൻഡാണ് അടിമാലി ബസ് സ്റ്റാൻഡ്. അടിമാലി ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് ഗർത്തങ്ങൾ പോലുള്ള മതിയായ കുഴികൾ.
ഇവിടെ ഇന്ന് ദൈനംദിനമായിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യാത്രക്കാരും വിദ്യാർത്ഥികളോടും അനേകം ആൾക്കാർക്ക് ആ ഒരു കുഴി വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മുടെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് അവിടെ ഒരു വാഴ നട്ട് പ്രതിഷേധിക്കുകയും അതിനെതിരെ പഞ്ചായത്ത് ഒരു നടപടി പോലും ഇതുവരെ സ്വീകരിച്ചില്ല. ഇതിനെതിരെ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇതിലും വലിയൊരു പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥിരം യാത്രക്കാർക്ക് പുറമെ സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികളും മാങ്കുളം, മൂന്നാർ പ്രദേശത്തേക്കുള്ള നിരവധി വിനോദസഞ്ചാരികളും അടിമാലിയിലേക്ക് എത്തുന്നുണ്ട്. വെള്ളം നിറഞ്ഞ കുഴികളിൽ വാഹനങ്ങൾ വീഴുമ്പോൾ യാത്രക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ദേഹത്തേക്ക് വെള്ളവും ചെളിയും തെറിക്കുന്നത് മൂലം ബസ് ജീവനക്കാരും ജനങ്ങളുമായി വാക്കുതർക്കങ്ങളും പതിവാണ്. ഗ്രാമപഞ്ചായത്ത് വിഷയത്തിൽ ഇടപെടണമെന്നും കോൺക്രീറ്റ് ചെയ്ത് ബസ് സ്റ്റാൻഡിലെ കുഴികൾ അടച്ച് ജനങ്ങളുടെ ദുരിതം ഒഴിവാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. സകലമാന കേരളം പൂർണ്ണമാകുന്ന ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.